അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ UDF യോഗം എന്ന നിലയിൽ ഇന്ന് യോഗം ചേർന്ന് പിരിയുന്നു. പക്ഷേ തീരുമാനങ്ങൾ ഇനിയും എടുക്കേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ലീഗിന് എത്ര മന്ത്രിസ്ഥാനം ഉണ്ടാകും? പിന്നീട് ഘടകകക്ഷികൾ, അതിൽ RSP ആയാലും ജോസഫ് ഗ്രൂപ്പ്, ഈ രണ്ട് പ്രധാനപ്പെട്ട അതായത് MLA മാരുള്ള കക്ഷികൾക്ക് എങ്ങനെയായിരിക്കും അവർക്ക് സീറ്റ് നൽകുക, നമ്പറിൻ്റെ കാര്യം. പിന്നീട് ഉള്ള ഘടകകക്ഷികൾ, അസോസിയേറ്റ് മെമ്പർമാർ, അവർക്കൊക്കെ നൽകുന്ന ഒരു പരിഗണന സംബന്ധിച്ചൊക്കെ UDF യോഗത്തിൽ ഒരു പിക്ചർ ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് നാളത്തെ യോഗത്തിന്റെ പ്രസക്തി? ഇന്നിപ്പോൾ യോഗം ജസ്റ്റ് ചേർന്നുവല്ലോ. പ്രജീഷ്, ഈ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് ശേഷമുള്ള ആദ്യ UDF യോഗമാണ് കണ്ടോൺമെന്റ് ഹൗസിൽ ഇന്ന് നടന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും PJ ജോസഫും അടക്കമുള്ള പ്രമുഖരെല്ലാം യോഗത്തിലേക്ക് എത്തി. ഇന്ന് പക്ഷേ വിശദമായ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടന്നില്ല. പ്രാഥമികമായ ചർച്ചകളാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത്. നാളെ വീണ്ടും യോഗം ചേരും. യോഗം എന്ന് പറയുമ്പോൾ UDF യോഗമായി അല്ല അത് ചേരുന്നത്. ഘടകകക്ഷികളെ പ്രത്യേകം VD സതീശൻ അടക്കമുള്ള ആളുകൾ, കോൺഗ്രസ് നേതാക്കൾ കാണും. കണ്ട ശേഷമായിരിക്കും ഒരു അന്തിമ ധാരണ ഈ സീറ്റിന്റെ കാര്യത്തിൽ അടക്കമുണ്ടാകുക. 3 വിഷയങ്ങളിലാണ് ഇപ്പോൾ ചെറിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. ഒന്ന്, ലീഗിന്റെ സീറ്റ് എത്ര എന്നുള്ള കാര്യം. 2, CMBക്കും അതോടൊപ്പം തന്നെ മാണി സി കാപ്പനും മന്ത്രിയുടെ ടേം പങ്കിട്ട് നൽകണമോ എന്നുള്ള കാര്യത്തിലെ ഒരു ആശയക്കുഴപ്പം. അതോടൊപ്പം തന്നെ PJ ജോസഫിന് 2 മന്ത്രിസ്ഥാനം വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. ആ ആവശ്യത്തിന്മേൽ ചർച്ച നടക്കുന്നുണ്ട്. അത് ഒന്നിൽ ഒതുങ്ങാനാണ് സാധ്യത. പിന്നീട് ഒരു ചീഫ് വിപ്പ് കൂടി കൊടുക്കാനുള്ള സാധ്യത കാണുന്നു. ലീഗിന്റെ കാര്യത്തിലാണ് പ്രധാനമായും ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്, അല്ലെങ്കിൽ കുറച്ച് വിശദമായ ചർച്ചകൾ വേണ്ടി വരുന്നത്. ലീഗ് 5 മന്ത്രിസ്ഥാനം വേണം എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഇതുപോലെ തന്നെ 5 മന്ത്രിസ്ഥാനം വേണമെന്നുള്ളൊരു ആവശ്യം ലീഗ് ഉന്നയിക്കുന്നു. പക്ഷേ 5 മന്ത്രിസ്ഥാനം കൊടുക്കാനാകില്ല, 4 കൊടുക്കാനുള്ള നിർവാഹമുള്ളൂ എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. ആ വിഷയത്തിൽ ചില ചർച്ചകൾ വിശദമായി തന്നെ നടക്കുന്നുണ്ട്. ലീഗിനെ അനുനയിക്കാനായി സ്പീക്കർ സ്ഥാനം വിട്ടു നൽകണമോ എന്നുള്ളതാണ് പിന്നീട് ഉയർന്നു വരുന്ന ഒരു ചോദ്യം. ആ വിഷയത്തിൽ വിശദമായി തന്നെ ചർച്ച നടക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്പീക്കർ സ്ഥാനം കൂടി വർഷങ്ങൾക്ക് ശേഷം ലീഗിന് സ്പീക്കർ സ്ഥാനം വിട്ടു നൽകിക്കൊണ്ട് 4 മന്ത്രിമാരും ഒരു സ്പീക്കറും എന്നുള്ള നിലയ്ക്ക് ലീഗിനെ സെറ്റിൽ ചെയ്യാനുള്ള നീക്കമായിരിക്കും നടക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ യോഗത്തിലുണ്ടായിരിക്കുന്ന പ്രധാന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇനി വരാനുള്ള ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട്. 18-ാം തീയതി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അതിനുശേഷം പിന്നീട് 21-ാം തീയതി MLA മാരുടെ സത്യപ്രതിജ്ഞയാണ്. 22-ന് സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് നടക്കും. 28-ാം തീയതി നയപ്രഖ്യാപന പ്രസംഗമാണ്. അതിനുശേഷം 5-ാം തീയതി VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കപ്പെടും. അത്തരത്തിലാണ് ഷെഡ്യൂളുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഷെഡ്യൂളിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ മറ്റ് വിഷയങ്ങളിൽ ഈ സീറ്റ് എത്ര എന്നുള്ള, സീറ്റിൻ്റെ എണ്ണം അടക്കമുള്ള കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ വകുപ്പുകൾ വെച്ച് മാറുന്ന വിഷയത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ ധാരണയിലേക്ക് നാളെ നടക്കുന്ന ചർച്ചയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് UDF നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. പ്രജീഷ്, ലീഗിന്റെ കാര്യത്തിൽ എന്തായാലും നേരത്തെ പറഞ്ഞുവല്ലോ, അമൽ തന്നെ പറഞ്ഞുവല്ലോ, 5 ക്ലെയിം ചെയ്യാം. അവർക്ക് 22 സീറ്റുകൾ ഉണ്ട്. അപ്പോൾ ഈ ക്രമം അനുസരിച്ചും ഏകദേശം 5-ൽ 1 എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, 5 MLA മാർക്ക് ഒരു മന്ത്രിസ്ഥാനം എന്ന രീതിയിലേക്ക് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ലീഗിന് 5-ാം മന്ത്രിസ്ഥാനം കിട്ടാനുള്ള സാധ്യത. പക്ഷേ നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5-ാം മന്ത്രി എന്ന നമ്പർ കേരളം മുഴുവൻ വലിയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കൂ, ലീഗിന്റെ സമ്മർദ്ദത്തിലാണ് VD സതീശനെ മന്ത്രിസ്ഥാനത്തേക്ക്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നടക്കം സാമുദായിക സംഘടനകളുടെയൊക്കെ തന്നെ പ്രതികരണമൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? ഈസിയായി കൈകാര്യം ചെയ്യാൻ കഴിയുമോ UDF-ന്? നാളെ ആ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്നുള്ളതാണ് UDF നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്. ഈ ഇപ്പോൾ പറഞ്ഞ ഫോർമുല എന്ന് പറയുന്നത് 5 മന്ത്രിസ്ഥാനമാണ് ലീഗ് ചോദിക്കുന്നത്. പക്ഷേ 5 ഉണ്ടാകില്ല എന്നുള്ള കാര്യം കോൺഗ്രസ് എന്തായാലും ലീഗ് നേതൃത്വത്തെ അറിയിച്ചു. പക്ഷേ 5 മന്ത്രിസ്ഥാനം വേണമെന്നുള്ള നിലപാടിൽ അവർ നിൽക്കുകയാണ്. അങ്ങനെ 5-ാം മന്ത്രിയെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിൽ സ്പീക്കർ സ്ഥാനം നൽകി ആ വിഷയം സെറ്റിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നോക്കുകയാണ്. കോൺഗ്രസും അതോടൊപ്പം തന്നെ ലീഗ് നേതാക്കളും തമ്മിൽ ഇത്തരം വിഷയങ്ങളിൽ ആശയവിനിമയം നടന്നിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ആ തീരുമാനം ഈ യോഗത്തിൽ പങ്കെടുത്ത 2 നേതാക്കൾക്ക്, സണ്ണി ജോസഫും അതോടൊപ്പം തന്നെ പിന്നീട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശനുമാണ് UDF കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത്. അടൂർ പ്രകാശും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പേർക്ക് മാത്രമായി അത്തരമൊരു ഈ സ്പീക്കർ സ്ഥാനം വിട്ടു നൽകുന്നത് പോലത്തെ ഒരു തീരുമാനത്തിലേക്ക്, അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷേ സജീവമായി തന്നെ അത്തരമൊരു ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ലീഗിന് സ്പീക്കർ സ്ഥാനം ലഭിക്കുകയാണ്. 3 പേരാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ലീഗിൻ്റെ പ്രതിനിധികൾ സ്പീക്കറായിരുന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഇത്തവണയും അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ വീണ്ടും ലീഗിന്റെ ഒരു സ്പീക്കർ സഭയെ നിയന്ത്രിക്കാനായി ഡെപ്യൂട്ടി സ്പീക്കർ മുനീറിനെയും KP മജീദിനെയൊക്കെ തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി മറ്റേതെങ്കിലും പുറത്തുനിന്നുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ, അങ്ങനെ എന്തെങ്കിലും ആലോചന, ലീഗ് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശമോ അഭ്യൂഹങ്ങളോ ഉണ്ടോ?
മന്ത്രിസഭയിലെ സീറ്റുകൾ എത്ര എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ച മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നത്. ലീഗിന് അത്തരത്തിൽ ആ ബോർഡ്, കോർപ്പറേഷൻ അടക്കമുള്ള കാര്യങ്ങളിലും അതോടൊപ്പം ഈ മന്ത്രിമാർക്ക്, മുതിർന്ന മന്ത്രിമാർക്ക് അവരെ നിയോഗിക്കാൻ കഴിയുന്ന പദവികളുണ്ട്. നേരത്തെ വി എസ് അച്യുതാനന്ദനൊക്കെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ വി എസ് അച്യുതാനന്ദൻ എന്ന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കി നിശ്ചയിച്ചിരുന്നു. അതുപോലെ അങ്ങനെ ആരെങ്കിലും നിയോഗിക്കുമോ, ഈ മുതിർന്ന ലീഗ് നേതാക്കളെ ആരെങ്കിലും നിയോഗിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്പീക്കർ സ്ഥാനത്തേക്ക് ഇപ്പോൾ കോൺഗ്രസ് എന്തായാലും ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തിരുന്ന പേര് എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേരാണ്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്രത്തോളം അതിന് സന്നദ്ധനാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അങ്ങനെ ഒരു സ്പീക്കർ സ്ഥാനം നൽകിയാൽ മാത്രം തിരുവഞ്ചൂർ വഴങ്ങുമോ എന്നുള്ളൊരു പ്രശ്നം കൂടി നിൽക്കുന്നു. മന്ത്രിയാകാനുള്ള പട്ടികയിൽ പരിഗണിക്കപ്പെടുന്നവരാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം ജില്ലയിൽ നിന്നും. അപ്പോൾ തിരുവഞ്ചൂർ സ്പീക്കർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് മറ്റൊരു ചർച്ച കൂടി, ലീഗിന്റെ കാര്യം കൂടി ഈ സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് കടന്നു വരുന്നത്. എന്തായാലും നാളത്തെ യോഗത്തോടെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF നേതൃത്വമുള്ളത്.